ഹായ് സ്റ്റുഡൻസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് വരും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ആദ്യം അറിയണ്ടേ. ആദ്യം നമ്മൾ നെയിം ഓഫ് ദ ഫേം കൊടുക്കണം. ക്വസ്റ്റ്യനിലുള്ള സ്ഥാപനത്തിൻ്റെ പേര് ആദ്യം കൊടുക്കണം. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് ഫിനാൻഷ്യൽ ഇയറിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ എൻഡിലുള്ള ഡേറ്റും മന്തുമാണ് കൊടുക്കേണ്ടത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് പറഞ്ഞിട്ട് 31 മാർച്ച് ഏത് ഇയറാണോ അത്. സാധാരണ ഫിനാൻഷ്യൽ ഇയർ 31 മാർച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ 31 മാർച്ച് പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യനിൽ വേറെ ഏതെങ്കിലും ഇയറാണ് എടുത്തതെങ്കിൽ അതുപോലെ ചെയ്യുക. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യില്ല. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് ഒരു പാർട്ടും അതിൻ്റെ താഴെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമാണ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസൊക്കെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ 2 സൈഡായിട്ട് വെക്കണം. ഒരു പേജിനെ 2 സൈഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇതാണ് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ. ദെൻ പാർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, പാർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. അതിനുശേഷം ഇതിൽ വരുന്ന ഐറ്റംസ് നമ്മൾ എവിടുന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എന്നാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്ന ഐറ്റംസ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലുള്ള അൺസോൾഡ് ഗുഡ്സ്, അതാണ് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എടുക്കേണ്ടത്. ദെൻ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക. ദെൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഗുഡ്സ് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് കൊണ്ടോ മറ്റോ കുറച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കാണിക്കണം. അതായത് പർച്ചേസ് മാത്രമേ ഉള്ളൂവെങ്കിൽ എമൗണ്ട് കോളത്തിലിട്ട് കൊടുക്കുക. ഏത് ഗുഡ്സ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺഡ് ഗുഡ്സ് പറഞ്ഞിട്ട് പർച്ചേസ് റിട്ടേൺസ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ അത്രയും എമൗണ്ട് ഈ പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് അത് ഇന്നർ കോളത്തിൽ വെക്കണം. എന്നിട്ട് ഔട്ടർ കോളത്തിൽ നെറ്റ് എമൗണ്ട് മാത്രം ഇട്ട് കൊടുക്കുക. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നതാണ് ഇതൊക്കെ. ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്? ക്യാരേജ് ഇൻവേർഡ്സ്, ഫാക്ടറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന അതിനുള്ള ചാർജ്, അതാണ് ക്യാരേജ് ഇൻവേർഡ്സ്. ദെൻ വേജസ്, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ടായിരിക്കും. ക്യാരേജ് ഔട്ട്വേർഡ് ഇതിലെടുക്കാൻ പാടില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ക്യാരേജ് ഔട്ട്വേർഡ് എടുക്കേണ്ടത്. ക്യാരേജ് ഇൻവേർഡ്സ് മാത്രമേ ഇതിലെടുക്കാൻ പാടുള്ളൂ. ദെൻ വേജസ് എന്ന് പറഞ്ഞാൽ കൂലി അറിയാലോ. ഇമ്പോർട്ട് ഡ്യൂട്ടി ഓർ കസ്റ്റം ഡ്യൂട്ടി. ഇമ്പോർട്ട് ഡ്യൂട്ടിയും കസ്റ്റം ഡ്യൂട്ടിയും ചില കേസിൽ ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതിൽ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് മാത്രം ചാർജ് ചെയ്യുന്നതാണ്. ഇത് ഇമ്പോർട്ടും എക്സ്പോർട്ടിനും ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ ചാർജ് ചെയ്യുന്ന ടാക്സ്, അതാണ് കസ്റ്റം ഡ്യൂട്ടി. അത് ഇമ്പോർട്ടും വരാം എക്സ്പോർട്ടും വരാം. ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഗുഡ്സിന് മാത്രം ചാർജ് ചെയ്ത്. ദെൻ ഫ്രൈറ്റ്, ക്ലിയറിംഗ് ചാർജസ്, ഫ്യൂവൽ, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ. അതായത് ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റുള്ള ആരുടെ അസറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ആ അസറ്റ് ചിലപ്പം ഏത് അസറ്റും ആക്കാം, ഫിക്സഡ് അസറ്റ്, അതിന് നമ്മൾ പീരിയോഡിക് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അതിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ദെൻ കൺസ്യൂമബിൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഫാക്ടറിയിൽ വരുന്ന, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രീസ് അതുപോലെയുള്ള ഐറ്റംസാണ് ഈ കൺസ്യൂമബിൾ സ്റ്റോറായിട്ട് വരുന്നത്. ദെൻ പവർ, ഗ്യാസ്, വാട്ടർ, എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിന് ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി. അതെല്ലാ പ്രൊഡക്ഷനും ബാധിക്കുന്നില്ല. മാനുഫാക്ചറിങ്ങിനും എക്സൈസ് ഡ്യൂട്ടി വരുന്നില്ല. ചില എക്സാമ്പിൾ ആൽക്കഹോൾ അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് എക്സൈസ് ഡ്യൂട്ടി വരുന്നത്. ദെൻ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, കാർട്ടേജ്, ഡോക്ക് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട, അതായത് പോർട്ട് അതോറിറ്റീസിന് കൊടുക്കുന്ന ചാർജാണ് ഡോക്ക് ഡ്യൂസ്. കാർട്ടേജ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്, അതായത് ഫാക്ടറിയിൽ നിന്ന് വെയർഹൗസിലേക്കോ അങ്ങനെ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രം വരുമ്പോഴാണ് കാർട്ടേജ് എന്നുള്ള ടേം യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഉണ്ടായിരിക്കണം എന്നില്ല.
ക്വസ്റ്റ്യനിൽ ഉള്ള ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് എടുത്തെഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ്, അതായത് എക്സ്പെൻസ് ഒക്കെ എവിടെയും ഇൻകം ക്രെഡിറ്റ് സൈഡിലും ഉണ്ടായിരിക്കുക. സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന, സെയിൽസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇവിടെ ഈ എമൗണ്ട് കോളത്തിൽ ഇട്ടാൽ മതി. ചിലപ്പോൾ സെയിൽസ് റിട്ടേൺസ് ഉണ്ടായിരിക്കാം, റിട്ടേൺസ് ഇൻവേർഡ്സ് എന്നും പറയാം. സെയിൽസ് റിട്ടേൺസിന് റിട്ടേൺസ് ഇൻവേർഡ്സ് എന്നും പറയാം. അതായത് ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്ന സാധനം അത് ലെസ് ചെയ്യണം സെയിൽസ് എന്ന്. അത് ഇന്നർ കോളത്തിൽ സെയിൽസ് എവിടെ ഇടുക, റിട്ടേൺസ് എവിടെ ഇടുക, എന്നിട്ട് അത് ലെസ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലാണ് എമൗണ്ട് ഇടേണ്ടത്. പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിൽ ഇത് ഏത് വർഷമാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷം ബാക്കിയായ ഗുഡ്സ്, അൺസോൾഡ് ഗുഡ്സ്, അതായത് അവിടെ എത്രയാണോ സ്റ്റോക്ക് ആയിട്ടുള്ളത് അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും ഐറ്റംസാണ് വരുന്നത്. ദെൻ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ, പർച്ചേസ് റിട്ടേൺസിന് റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് കൂടി പറയാം. റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നമ്മൾ തിരിച്ചു കൊടുത്തത്. ഇതുപോലെ ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്തിട്ട് ഏത് സൈഡാണോ കൂടുതൽ അതിനനുസരിച്ചിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് തീരുമാനിക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം ഈ സൈഡാണ് കൂടുതൽ എമൗണ്ട് വരുന്നതെങ്കിൽ, അതായത് ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവും ടോട്ടൽ ചെയ്യുമ്പോൾ വരുവാണെങ്കിൽ ഡിഫറൻസ് കുറവ് ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുക, നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം. അങ്ങനെ ആണെങ്കിൽ എത്രയാണോ കുറവ് ആ കുറഞ്ഞ എമൗണ്ട്, അതായത് ഈ ടോട്ടലും ഇവിടെ ടോട്ടൽ ചെയ്തത് ഇവിടെ ഇടാൻ പാടില്ല, നമ്മൾ റഫായിട്ട് മാത്രമേ ഇവിടുത്തെ ടോട്ടൽ വെക്കാൻ പാടുള്ളൂ. രണ്ട് സൈഡും ആദ്യം റഫായിട്ട് ആഡ് ചെയ്ത് വെക്കുക. ആഡ് ചെയ്തിട്ട് ഏത് സൈഡാണോ കൂടുതൽ, ഈ സൈഡാണ് കൂടുതലെങ്കിൽ ആ കൂടുതലുള്ള അതേ എമൗണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എത്രയാണോ നമുക്ക് ഡിഫറൻസ് വരുന്നത് ആ ഡിഫറൻസ് ഇവിടെ ഇടുക. ഇവിടെ ഇട്ടിട്ട് അത് ഈ സൈഡിലാണ് കുറവെങ്കിൽ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതായത് ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവാണെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവാണെങ്കിൽ കൂടുതലുള്ള അതേ എമൗണ്ട് എടുത്തിട്ട് ഈ ടോട്ടൽ ഉള്ളിടത്തിടണം. എന്നിട്ട് ഈ ടോട്ടലും ഇത് മുതൽ ഇത്ര വരെ ടോട്ടൽ ചെയ്തതിൻ്റെ ഡിഫറൻസുമാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതണം. ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുക. ഇവിടെ ഇട്ട ഗ്രോസ് പ്രോഫിറ്റ് ഓപ്പോസിറ്റ് സൈഡിലെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. ഇവിടെ ക്ലോസ് ചെയ്യൂല. ഞാനിത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോം ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാതെ ഇതുവരെ ചെയ്തു ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാം. ഇനി നമ്മൾ ചിലപ്പോൾ ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവും വരാം. ഈ സൈഡ് ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവാണെങ്കിൽ ഈ കൂടുതലുള്ളത് ഇപ്പോഴത്തെ സൈഡിലിട്ട് എടുക്കുക. ഡിഫറൻസ് ഇവിടെ ഗ്രോസ് ലോസ് ആയിരിക്കും, ഇവിടെ നഷ്ടമായിരിക്കും. അപ്പം ഗ്രോസ് ലോസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് കാണിക്കേണ്ടത്. ഗ്രോസ് ലോസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഈ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും ഒരുമിച്ച് വരില്ല. ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസും മാത്രമായിരിക്കും. ഗ്രോസ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡിലുള്ളത് ഡെബിറ്റ് സൈഡിലേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.